എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഈ വേദിയിലും സദസ്സിലുമുള്ള ആളുകൾക്ക് മാധവ് ഗാഡ്ഗിലിനോടൊപ്പമുള്ള ബന്ധത്തിൽ അത്ര തന്നെ അദ്ദേഹമായിട്ടൊരു തരത്തിലുള്ള ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ആരെക്കാളും വേദിയിലും സദസ്സിലുമുള്ള ആരെക്കാളും ഏറ്റവും കുറവ് ബന്ധം മാത്രം ഗാഡ്ഗിലുമായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഗാഡ്ഗിലുമായിട്ടുള്ള എൻ്റെ നേരിട്ടുള്ള ഒരു ബന്ധം. പക്ഷെ എന്നാൽ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ചുമതലയിലുള്ള എഡിറ്റോറിയൽ ചുമതലയിലുള്ള വ്യക്തി എന്ന നിലയിൽ ഏറെക്കാലമായി ഗാഡ്ഗിലിനെ പിന്തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെയും ജീവിതത്തെയും പിന്തുടരുന്നുണ്ട് എന്നത് മാത്രമാണ് ഗാഡ്ഗിലുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതിനെ മുൻനിർത്തി ചില ആശയങ്ങൾ, പ്രത്യേകിച്ച് ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച ചില ചർച്ചകളെ കേരളത്തിൻ്റെ ഒരു സിവിൽ സൊസൈറ്റിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ടൈറ്റിൽ പറയുന്നത് ജനതയും ജനാധിപത്യവും പരിസ്ഥിതി ശാസ്ത്രത്തിൽ എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തി ഗാഡ്ഗിലിൻ്റെ ചില ചിന്തകളെ നമുക്ക് നമ്മുടെ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സിവിൽ സൊസൈറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ചില നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും എഴുത്തുകളും പിന്തുടരുന്ന ഒരാളെന്ന രീതിയിൽ പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഗാഡ്ഗിൽ റിപ്പോർട്ടിന് മുന്നേ തന്നെ ഗാഡ്ഗിലിനെ കുറിച്ച് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഫിഷേഡ് ലാൻഡ് എന്നുള്ള വിണ്ടുകീറിയ ഭൂമി ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രം എന്ന് പരിഷത്ത് പരിഭാഷപ്പെടുത്തിയ പുസ്തകം വായിക്കുമ്പോഴാണ്. ഫിഷേഡ് ലാൻഡ് എന്നത് വിണ്ടുകീറിയ ഭൂമി എന്നാണ് ആ പരിഭാഷയിൽ, വിണ്ടുകീറി എന്നാണ് ഫിഷേഡ് എന്നുള്ള വാക്കിന് പരിഭാഷ നൽകിയിരുന്നത്. പക്ഷേ ഫിഷേഡ് എന്നതിൻ്റെ അർത്ഥം വിണ്ടുകീറി എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് വിള്ളൽ എന്നുള്ള ഒരർത്ഥത്തിലാണ് ഫിഷേഡ് എന്നുള്ള വാക്ക് ഗാഡ്ഗിൽ ഈ ഗുഹയും ആ പുസ്തകത്തിൽ പരിസ്ഥിതി ചരിത്രത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിള്ളൽ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഭൂമിയും മനുഷ്യരും തമ്മിലുള്ള പലതരത്തിലുള്ള വിള്ളൽ, അല്ലെങ്കിൽ ഭൂമിയുടെ വിനിയോഗം, പരിസ്ഥിതിയുടെ വിനിയോഗത്തിൽ വന്ന പലതരത്തിലുള്ള വിള്ളലുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിരുന്നത്. അതായത് ഭൂമി മനുഷ്യർ പങ്കിട്ടെടുത്തത്, അല്ലെങ്കിൽ മനുഷ്യർ ഭൂമി ഉപയോഗിക്കുന്നതിൽ ഉള്ള അസമത്വങ്ങളെ കുറിച്ചിട്ടുള്ള, വളരെ അദൃശ്യമായിട്ടുള്ള അസമത്വങ്ങളെ കുറിച്ചിട്ടാണ് ഫിഷേഡ് ലാൻഡ് എന്നുള്ള പുസ്തകത്തിൽ ഗാഡ്ഗിൽ ഗുഹ എഴുതിയത്. അതിൽ പക്ഷേ ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രം എന്നുള്ള ഒരു വാക്ക് ടൈറ്റിലിൽ കണ്ടിട്ട് ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രത്തെക്കുറിച്ച് ഉള്ള ഒരു പുസ്തകം വായിക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു പുസ്തകമായിരുന്നു. കാരണം അത് ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രത്തെക്കാൾ ഒരു ചരിത്രം പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എങ്ങനെയാണ് ഈ അദൃശ്യമായിട്ടുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ അസമമായിട്ടുള്ള അധികാര ബന്ധങ്ങൾ ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റോള് നിർവഹിച്ചത്, അല്ലെങ്കിൽ കൊളോണിയലിസം പോലെയുള്ള അധികാര രൂപങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ പരിസ്ഥിതിയെ പല രീതിയിൽ അസമമായ രീതിയിൽ പിളർത്തത് എന്ന തരത്തിലുള്ള ഒരു വിണ്ടുകീറലിനെ കുറിച്ചാണ് ഫിഷേഡ് ലാൻഡിൽ അദ്ദേഹം പറയുന്നത്. അതുതന്നെ ഗാഡ്ഗിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് എന്നൊരു ചിന്ത ഉള്ളിൽ രൂപപ്പെടുത്തിയ ഒരു പുസ്തകമായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഇക്കോളജി ആൻഡ് ഇക്വിറ്റി എന്നുള്ള പുസ്തകം, പരിസ്ഥിതി നീതി, അതും പരിഷത്ത് നിർവഹിച്ച പരിഭാഷ പുസ്തകം തന്നെയാണ് ഞാൻ പിന്നീട് വായിക്കുന്നത്. അതിലും ഈ പറഞ്ഞ യൂസ് ആൻഡ് അബ്യൂസ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ അതായത് ഉപയോഗവും അസമമായ ചൂഷണവും രണ്ടാണ് എന്ന രീതിയിൽ തന്നെ പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള, നീതിയെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, ഇക്വിറ്റിയെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളുടെ ഒരു പരിസ്ഥിതി ചിന്തയിൽ എങ്ങനെയാണ് ഈ ജനത അല്ലെങ്കിൽ ജനങ്ങളുടെ പരിസ്ഥിതിക ബന്ധങ്ങളിലുള്ള അസമത്വങ്ങൾ അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള പല സങ്കല്പങ്ങളും ഈ പുസ്തകത്തിലൂടെയാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അത് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഗാഡ്ഗിലിൻ്റെ തന്നെ ഒരു പശ്ചാത്തലം കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി വ്യക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് മുന്നേ ഗാഡ്ഗിലിനെ കുറിച്ച് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മികച്ച വർക്കുകൾ ഒന്നായിരുന്നു വിഷ്ണുദാസ് മാഷ് ഗാഡ്ഗിലുമായിട്ട് നടത്തിയ മാതൃഭൂമിയിൽ വന്ന ദീർഘമായിട്ടുള്ള അഭിമുഖം. അതിലുമൊക്കെ ഗാഡ്ഗിൽ ഈ അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ചിന്തകളുടെ ഒരു സവിശേഷത, അതിൻ്റെ ഒരു വ്യതിരിക്തത അത് കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗാഡ്ഗിലിൻ്റെ ഈ ഫിഷേഡ് ലാൻഡ് എന്നുള്ള പുസ്തകം രണ്ടു പേർക്കാണ് അതിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ഇരാവതി കാർവേയും ഒന്ന് DC കുസാമ്പിയുമാണ്, ED കുസാമ്പിയുമാണ്. ഈ ഒരു ആന്ത്രോപോളജിസ്റ്റിനും ഒരു ചരിത്രകാരനും സമർപ്പിക്കപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രം എന്നുള്ള പുസ്തകം. അപ്പോൾ തന്നെ ഈ സോഷ്യൽ സയൻസ് പോലുള്ള ഡിസിപ്ലിനോട് വേണ്ട ഒരു ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു രീതിശാസ്ത്രം സയൻസിൽ എത്രത്തോളം വേണം എന്നൊരു ചിന്ത ഗാഡ്ഗിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകങ്ങൾ കൂടിയാണ് ഈ രണ്ട് പുസ്തകങ്ങളും. മാത്രമല്ല ഇരാവതി കാർവേയോടൊപ്പം ആണ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നേരത്തെ സജീവ് സാർക്ക് സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള
ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ലീലാവതി കാർവെയ്ക്കൊപ്പം ഫീൽഡ് വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആന്ത്രോപോളജിക്കൽ സോഷ്യൽ സയൻസ് നോളജിൻ്റെ ഒരു തുടർച്ച ഗാഡ്ഗിൽ ബന്ദിപ്പൂരിലൊക്കെ ഫീൽഡ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പിന്നീട് അദ്ദേഹം ആത്മകഥയിൽ എഴുതുമ്പോൾ നമുക്ക് കാണാം. കാരണം അദ്ദേഹം ബന്ദിപ്പൂരിൽ പോകുമ്പോൾ അദ്ദേഹം ആനകളെ മാത്രമല്ല കാണുന്നത്, മനുഷ്യരെയും അവരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയും കൂടി കാണുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ ലീലാവതി കാർവെയോടൊപ്പം കുട്ടിക്കാലത്ത് നടത്തിയ ഫീൽഡ് വർക്കിൽ നിന്നും ഗാഡ്ഗിൽ ആർജിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ പിന്നീട് ഗാഡ്ഗിലിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നോക്കിയപ്പോൾ വായിക്കാൻ പറ്റിയൊരു പേപ്പർ ഈ ഹേഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ളൊരു ജേണലിൽ അദ്ദേഹവും രാമേന്ദ്ര ഗുഹയും കൂടി ചേർന്ന് എഴുതിയ ഇക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പുസ്തകം. അത് ഹേഗലിന്റെ ഈ ജേണൽ ഗ്ലോബൽ സൗത്തിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒരു ജേണലാണ്. അതിൽ 1994 അവർ എഴുതിയ പുസ്തകത്തിൽ ഇന്ത്യയിലെ ഇക്കോളജിക്കൽ കോൺഫ്ലിക്റ്റിനെയും എൻവയോൺമെന്റൽ മൂവ്മെന്റ്സിനെയും കുറിച്ചിട്ട് പറയുന്ന ഭാഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് എന്താണ് ഒരു തേർഡ് വേൾഡ് എൻവയോൺമെന്റലിസം എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗാഡ്ഗിലും ഗുഹയും ചേർന്ന് വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വെസ്റ്റേൺ എൻവയോൺമെന്റലിസത്തിൽ നിന്നും വ്യത്യാസപ്പെടുന്നത്. വെസ്റ്റേൺ എൻവയോൺമെന്റലിസത്തെ കുറിച്ച് നേരത്തെ സജീവ് സാറൊക്കെ സൂചിപ്പിച്ചുള്ള വൈൽഡർനെസ് എന്നുള്ള കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വെസ്റ്റേൺ എൻവയോൺമെന്റലിസ്റ്റുകളെ കുറിച്ച് ഗാഡ്ഗിൽ അതിൽ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ ഗുഹ ഉപയോഗിച്ച വാക്ക് മറന്നുപോയി. അപ്പോൾ വെസ്റ്റേൺ എൻവയോൺമെന്റലിസത്തിനുള്ള ക്രിറ്റിസിസം വളരെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജേണൽ കൂടിയായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ഭാഗത്തേക്ക് വരാം. ഈ തേർഡ് വേൾഡ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്നതിനകത്തുള്ള സങ്കല്പങ്ങളെ ഗാഡ്ഗിൽ അതിൽ പരിചയപ്പെടുത്തുമ്പോൾ ആ തേർഡ് വേൾഡ് എൻവയോൺമെന്റലിസത്തിന് വേണ്ട കാഴ്ചപ്പാടുകളുടെ പ്രധാനപ്പെട്ട 4 എലമെന്റ്സ് പറയുന്നുണ്ട്. അതിലൊന്ന് ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷന്റെ ഹിസ്റ്ററി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു മൂന്നാം ലോകത്തും ഉയർന്നു വരുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി മൂവ്മെന്റുകൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ഒരു പോയിന്റ്. 2, ജാതി ബന്ധങ്ങളെയും എക്കണോമിക് കോൺഫ്ലിക്റ്റുകളെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം മൂന്നാം ലോകത്തെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നൊരു പോയിന്റ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ലോബിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, ഗ്രാസ് റൂട്ട് ഡെമോക്രസിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മൂന്നാം ലോകത്തെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് പറയുന്നു. മറ്റൊന്ന്, ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള പീപ്പിൾ സയൻസ് മൂവ്മെന്റുമായിട്ടുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ ബന്ധം എന്നുള്ളത് മൂന്നാം ലോക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ തേർഡ് വേൾഡ് എൻവയോൺമെന്റലിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഗാഡ്ഗിൽ പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ ഇവിടെ നടക്കുന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട സംഗതി എന്താണ് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് എൻവയോൺമെന്റലിസത്തിലുള്ള പങ്ക് എന്നുള്ളത്. അത് വളരെ ജീവിതത്തിലുടനീളം ആ പങ്കിനെ നിർവഹിച്ച ഈ ജനതയും ജനാധിപത്യത്തെയും, പ്രത്യേകിച്ച് ഈ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയെയും പീപ്പിൾ സയൻസിനെയും വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു ശാസ്ത്രത്തിന്റെ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതേസമയം ഈ ഗാഡ്ഗിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഈ പുസ്തകങ്ങളും ഈ ലേഖനങ്ങളും ഈ ഹേഗിൽ വന്ന ഈ ആർട്ടിക്കിൾ അടക്കം വളരെ നേരത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ്, 90കളുടെ തുടക്കത്തിൽ വന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ തന്നെയും ഗാഡ്ഗിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കേരളത്തിൽ. പ്രത്യേകിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ജനാഭിമുഖ്യമുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന രീതിയിലല്ല അദ്ദേഹത്തെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. പലപ്പോഴും തിരുത്താനായിട്ട് പലരും ശ്രമിച്ചെങ്കിലും ഗാഡ്ഗിലിനെ കുറിച്ച് തെറ്റിദ്ധാരണ പുലർത്തുന്ന രീതിയിലുള്ള അവതരണങ്ങളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഗാഡ്ഗിൽ പക്ഷേ സയൻസിനെ തന്നെ എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിർത്താൻ, ഇപ്പോൾ ഷൺമുഖദാസ് മാഷിന്റെ അഭിമുഖത്തിൽ തന്നെ ജെ ഡി ബെർണാലിനെ പോലെ, ഇപ്പം സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് സയൻസ് എന്ന പുസ്തകം എഴുതിയ ജെ ഡി ബെർണാലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സയൻസിന്റെ ഒരു സോഷ്യൽ ഫങ്ഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ജനങ്ങളോട് സയൻസിന് ഉണ്ടാകേണ്ട ആഭിമുഖ്യത്തെ കുറിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ശാസ്ത്രം എന്ന രീതിയിൽ നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിനെ എപ്പോഴും ക്രിട്ടിക്കലായിട്ട് നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ ആ ഒരു ഗാഡ്ഗിലിന്റെ ചിന്തയെ ഒരു മുന്നോട്ട് കൊണ്ടുപോയി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ഒരു സയൻസിന് ആഭിമുഖ്യം നൽകുന്ന ഒരു സംഘടനയാണ്. ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ ശരിക്കും ജനങ്ങളോടൊപ്പം ഇല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ തേർഡ് വേൾഡ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്ന നമ്മളുടെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്ത സാഹചര്യമുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദഗ്ധജ്ഞാനം ഉള്ള സ്ഥാപനങ്ങൾ ജനവിരുദ്ധമായി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വലിയ രീതിയിലുണ്ട്. ഗാഡ്ഗിലിനെ പോലുള്ള ആളുകളുടെ ഒരു പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഈ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിദഗ്ധജ്ഞാനം നൽകിക്കൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെയുള്ള ഇടപെടലുകൾക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഗാഡ്ഗിൽ ഉയർത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. ഗാഡ്ഗിൽ ഉയർത്തിയ വേറെ നിർണായകമായ ചില ചോദ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റിയിട്ടില്ല.
അപ്പൊ ആ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നേരത്തെ സജീവ് സാർ ഒരു കാര്യം സൂചിപ്പിച്ചു. ഗാഡ്ഗിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പൊളിച്ചെഴുതണം എന്നുള്ളൊരു വിഷയം. അത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 1979 മഹാരാഷ്ട്രയിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നായാട്ട് ഗോത്രങ്ങൾക്കിടയിൽ നടത്തിയ പഠനം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ നായാട്ട് ഗോത്രങ്ങളുടെ ഉപജീവനത്തെ തകർത്തതെന്നുള്ളത് ഫീൽഡ് വർക്കിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ തദ്ദേശീയ സമൂഹങ്ങളെ കുറിച്ച് വലിയ അറിവുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു മഹാദേവ് ഗാഡ്ഗിൽ. അപ്പോൾ 1871 ക്രിമിനൽ ട്രൈബ്സ് ആക്ട് പ്രകാരം കൊളോണിയൽ വന നിയമം ക്രിമിനൽസ് ആയിട്ട് മുദ്രകുത്തിയ ട്രൈബ്സിനെ തന്നെയാണ് 1972 സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വീണ്ടും അന്യവൽക്കരിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗങ്ങളെ നഷ്ടമാക്കിയത് എന്നുള്ളൊരു കാര്യം 79 തന്നെ ഗാഡ്ഗിൽ പറയുന്നുണ്ട്. ജീവിതത്തിലുടനീളം അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അടുത്തിടെ കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളൊക്കെ പല സ്ഥലത്തും ഈ കാട്ടുപന്നി അടക്കമുള്ള ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ സമരത്തിനൊപ്പം പങ്കുചേർന്നുകൊണ്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്യണം എന്ന് ഗാഡ്ഗിൽ ഉറപ്പിച്ച് പറഞ്ഞു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ആ കാര്യം പറഞ്ഞു. പക്ഷേ ഈ ചർച്ച എത്രത്തോളം കേരളത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നൊരു ചോദ്യത്തെ ഗാഡ്ഗിലിനെ ഓർക്കുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സജീവ് സാർ നേരത്തെ ആ കാര്യം സൂചിപ്പിച്ചു. പിന്നെ ഈ ജനാഭിമുഖ്യമുള്ള ഒരു ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ആവശ്യം, അത് ഗാഡ്ഗിലിന്റെ വിമർശനത്തിനൊരു മടിയുണ്ടായിരുന്നില്ല. സലീം അലി അദ്ദേഹം അത്രത്തോളം ബഹുമാനിക്കുമ്പോൾ പോലും സാർ നേരത്തെ സൂചിപ്പിച്ചു ഭരത്പൂർ സാഞ്ചിയുടെ ഒക്കെ കാര്യത്തിൽ ശാസ്ത്രത്തിന് വന്ന പിഴവുകൾ അദ്ദേഹത്തിന്റെ ഗുരുതുല്യനായ ഒരാളെ പോലും വിമർശിക്കാനുള്ള ആർജവം, തുറന്നു പറയാനുള്ള ഒരു ആർജവം അത് സൂക്ഷിച്ചിരുന്ന ഒരു ജനാഭിമുഖ്യ ശാസ്ത്രത്തിന്. അപ്പൊ അങ്ങനെയുള്ള ശാസ്ത്രത്തിന് ഒരു കുറവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേർഡ് വേൾഡ് ജേർണലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റായി ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിച്ച ഈ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അത് അവിടെ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. ഗാഡ്ഗിൽ ഓർക്കുന്ന ചർച്ചകളിൽ അതിന് പ്രാമുഖ്യം കിട്ടേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിനെ അട്ടിമറിച്ചു എന്നൊക്കെ നമ്മൾ പല കാലങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ച സമീപനങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭരണ നിർവഹണം എങ്ങനെ എന്ന് പറയുന്ന ചർച്ചകളെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലായില്ലെങ്കിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്കുണ്ട്. കാരണം ഗാഡ്ഗിൽ തന്നെ, ജയൻ സാറൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. ഇന്ത്യയിൽ തന്നെ നിലവിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാതെ തന്നെ ഇന്ത്യയിൽ നിരവധി ESAകൾ മഹാരാഷ്ട്രയിലടക്കം പ്രവർത്തിക്കുന്നതിന്റെ മാതൃകകൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുമുണ്ട്. പക്ഷെ കേരളത്തിൽ നമുക്ക് പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടി 1986 നിയമം വന്ന ശേഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ ലതയുടെയൊക്കെ മുൻകൈയിൽ നെല്ലിയാമ്പതിയിൽ അത്തരത്തിലുള്ള നിർമ്മാണം നടന്നിരുന്നു. പക്ഷേ ആ ശ്രമം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് ഡോക്ടർ ലത ഇടപെടുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ പോലും ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനലിന്റെ ഏറ്റവും അടിത്തറയിലുള്ള, അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ എൻവയോൺമെന്റൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസിന്റെ ഭരണ നിർവഹണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും എന്നുള്ളൊരു കാര്യം 1986 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ കേരളത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഗാഡ്ഗിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം അദ്ദേഹം അവിടുത്തെ ഭരണ നിർവഹണത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച അഡാപ്റ്റീവ് കോ മാനേജ്മെന്റ് ഒക്കെ പോലെയുള്ള നിരവധി ഭരണ നിർവഹണ രീതികൾ, അതൊക്കെ റിപ്പോർട്ടിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് വിജയൻ സാർ അടക്കം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഗാഡ്ഗിലിനെ ഓർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാഡ്ഗിൽ ഇപ്പോൾ അവസാനം താമസിച്ചിരുന്ന ഡിഫൻസ് ക്വാർട്ടേഴ്സിന്റെ ലബോറട്ടറിയിൽ ഉള്ള മറ്റ് അവിടുത്തെ ജീവനക്കാർ ചേർത്തിട്ട് അവിടെയുള്ള കാട്ടുപന്നിയെ വേട്ടയാടി അതിന്റെ മാംസം അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുകയും അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് കഴിക്കുകയും ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം മനോരമയിൽ എഴുതിയിരുന്നു. ഗാഡ്ഗിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ട് തന്നെയാണ് ഇവിടെ കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അവകാശം നൽകണം എന്നുള്ള രീതിയിലേക്ക് ഈ 1972 നിയമത്തെ അമെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം കഴിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാര്യം സഭയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൂടി, അത്രയും തുറന്ന സമീപനമുള്ള ആർജവമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം തുറന്നു പറഞ്ഞ ഈ കാര്യങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച സമീപനങ്ങളെ എത്രത്തോളം നമുക്കൊരു കേരളത്തിലെ സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്സിന്റെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും
എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഗാഡ്ഗിൽ അവശേഷിപ്പിക്കുന്നത്. ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ട ഒരു പ്രണയകഥ എന്ന പേരിലാണ്. അത് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വന്ന ആത്മകഥയായിരുന്നു. ആ സമയത്ത് ആത്മകഥയുടെ ആദ്യ അധ്യായം ഗാഡ്ഗിലിൻ്റെ ആത്മകഥ വരുന്നു. വളരെ ആവേശത്തോടെ ആദ്യ അധ്യായം വായിക്കാൻ എടുത്തപ്പോൾ ആ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തനായിട്ട് മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ഏറെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അത് ഫാദർ ബിസ്മാർക്ക് ഡയസ് എന്ന് പറഞ്ഞ് ഗോവയിലെ ഖനനത്തിനെതിരെ പോരാടിയിരുന്ന ഒരു പോരാളിയായിരുന്നു. അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയായിരുന്നു. ഗോവയിലെ മൈനിങ് കമ്പനികൾക്കെതിരെ നിരവധി കേസുകൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അടക്കം കൊടുത്ത ഫാദർ ബിസ്മാർക്ക് ഡയസിനാണ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ബിസ്മാർക്ക് ഡയസിനെ 2012 മുമ്പ് ഗാഡ്ഗിൽ കമ്മിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് ഈ വെസ്റ്റേൺ ഗട്ട്സ് ഗ്രൂപ്പിന്റെ മീറ്റിങ്ങിലൊക്കെ അദ്ദേഹത്തിന് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആർജവം നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിസ്മാർക്ക് ഡയസ് മരണപ്പെട്ട വാർത്ത പോലും കേരളത്തിലൊരു വാർത്തയായിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടത് ഞാൻ പോലും അറിയുന്നത് ഈ ഗാഡ്ഗിൽ അദ്ദേഹത്തിന് ഈ ആത്മകഥ സമർപ്പിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഗാഡ്ഗിൽ എല്ലാ കാലത്തും പോരാളികളെ ഓർമ്മിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഗാഡ്ഗിലിന്റെ ആത്മകഥയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നൊരു വ്യക്തി ഡോക്ടർ MK പ്രസാദാണ്. പ്രസാദ് മാഷ് ഒരു പോരാളിയായിരുന്നു. പോരാളിയായതുകൊണ്ട് തന്നെയാണ് പോരാളിയായ പ്രസാദ് മാഷിനാണ് ഗാഡ്ഗിൽ അതിനകത്ത് കൂടുതലും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രസാദ് മാഷിന്റെ പോരാട്ടം പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല, ജാതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രസാദ് മാഷിൽ നിന്ന് കിട്ടിയ വലിയ അറിവുകൾ, പ്രത്യേകിച്ച് പ്രസാദ് മാഷിന്റെ അച്ഛൻ സഹോദരൻ അയ്യപ്പനൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തി എന്ന നിലയിലുള്ള ആ പരിചയങ്ങളടക്കം ആ ചരിത്രമടക്കം പറഞ്ഞുകൊണ്ടാണ് പ്രസാദ് മാഷ് എന്നുള്ള പോരാളിയെ ഗാഡ്ഗിൽ ഓർമ്മിക്കുന്നത്. അതുപോലെ എന്നും ജനങ്ങൾക്ക് വേണ്ടി ഭരണകൂടങ്ങളെ ഭയക്കാതെ ശാസ്ത്രത്തിനും ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളുകൾക്കൊപ്പമായിരുന്നു എന്നും ഗാഡ്ഗിൽ. വിജയൻ സാറുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. സാറും ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബോർഡിലേക്ക് ഇരുന്ന കാലത്ത് നമുക്കറിയാം, ഒരു ഭയവുമില്ലാതെ ഭരണകൂട നയങ്ങളെ ശാസ്ത്രത്തിനും ജനങ്ങൾക്കും വേണ്ടി എതിർത്തിട്ടുള്ള ആ ചേരി തന്നെയായിരുന്നു ഗാഡ്ഗിലിന്റെ ചേരി. അതിനെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച ഈ സമീപനങ്ങളെ കേരളത്തിലെ സിവിൽ സൊസൈറ്റിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ആകട്ടെ ഗാഡ്ഗിലിന്റെ ഓർമ്മ എന്ന് പറയുന്നത് നിർത്തുന്നു. നന്ദി.